തിങ്കിങ് പലതരത്തിലും. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചും ഓവർ തിങ്കിങ് ആണെങ്കിൽ നമ്മൾ അതിനെ റൂമിനേഷൻ എന്നാണ് പൊതുവെ പറയാറ്. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഓവർ തിങ്കിങ് ആണെങ്കിൽ വറി എന്നാണ് സാധാരണ പറയാറ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിൽ പ്രധാന ഭാഗം വറിനെ കുറിച്ചാണ്. നമുക്ക് ഓവർ തിങ്കിങ്ങിന്റെ പ്രോസസ് ഒന്ന് നോക്കാം. ഓവർ തിങ്കിങ് ഒരു ട്രിഗറിനെയാണ് തുടങ്ങുക. എന്ത് ട്രിഗറാണോ പൊതുവെ ഈ ട്രിഗർ ഇന്റേണലാണോ എക്സ്റ്റേണലാണോ? ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെയാണ് ഓവർ തിങ്കിങ് ഉള്ളതെന്ന് വെച്ചാൽ അത് കാണിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ചിന്തകളായിരിക്കാം നമുക്ക് ഒരു ട്രിഗറായി വരുന്നത് എന്നായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രിഗർ ഇന്റേണൽ ആണ്. പക്ഷെ എക്സ്റ്റേണൽ ആയിരിക്കാം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലാരെങ്കിലും വരാൻ വൈകി, അതൊരു ട്രിഗർ ആയിരിക്കാം. ഇല്ലെങ്കിൽ വയറുവേദന വന്നു, അതൊരു ട്രിഗർ ആയിരിക്കാം. ഇല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ഒരു പുതിയൊരു വാർത്ത പറഞ്ഞു, അതെനിക്കൊരു ട്രിഗർ ആയിരിക്കാം. ഇല്ലെങ്കിൽ ഒരു ബില്ല് പുതിയതായി ഞാൻ പേ ചെയ്യാത്തൊരു ബില്ല് ഞാൻ പ്രതീക്ഷേനേക്കാളും കൂടുതലായി പോകും, അതൊരു ട്രിഗർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ട്രിഗർ എക്സ്റ്റേണലാണ്. ട്രിഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരികയായി. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയി വരാൻ വൈകുകയാണെങ്കിൽ അവർക്ക് എന്ത് പറ്റിയാണോ? എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിക്കാണോ? എന്നിട്ട് ആരും എന്നോട് പറയാതിരിക്കുന്നതാണോ? ഇങ്ങനെ സാധാരണ ലേറ്റ് ആവാറില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഇന്നലെ അവർക്ക് ആക്സിഡന്റ് പറ്റിയല്ലോ, ഇന്നലെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് ആക്സിഡന്റ് പറ്റിയ കഥ പറഞ്ഞല്ലോ, അവരെ അറിയിക്കാൻ വൈകിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാവില്ലേ, ഇങ്ങനെ വന്നാലോ, ഇങ്ങനെ വരില്ലേ എന്നൊക്കെ അങ്ങനെ വാട്ട് ഇഫ് എന്ന് ഓറിയന്റഡ് ആയിട്ടുള്ള ചിന്തകളെയാണ് ഓവർ തിങ്കിങ്ങില് പൊതുവെ വറി ആണ് സത്യത്തിൽ വറി ഓവർ തിങ്കിങ്. ഇനി ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയാൽ അത് ഫ്യൂച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഓവർ തിങ്കിങ് ആണെങ്കിൽ മിക്കവാറും അതിന്റെ റിസൾട്ട് ആൻസൈറ്റി ആയിരിക്കും. വറി ആണെങ്കിൽ റിസൾട്ട് ആൻസൈറ്റി ആണ്. വറിയും തോട്ട്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റി ഉൾക്കണ്ട വരും. ഇനി പാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഓവർ തിങ്കിങ് ആണ് നമുക്കുള്ളതെങ്കിൽ അത് മറ്റു ഡിഫിക്കൽട്ട് ഇമോഷൻസ് അതിലുണ്ടാവും. എന്ന് വെച്ചാൽ ചിലപ്പോൾ കുറ്റബോധം, ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ ദേഷ്യം. അവരെന്നോട് അങ്ങനെ പറഞ്ഞത് എന്തിനാ, അവരങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞത്, ഞാനങ്ങനെ പറഞ്ഞത് ശരിയായില്ലേ? ഇതൊക്കെ റൂമിനേഷനായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളെ ഓവർ തിങ്കിങ് ആയിരിക്കും. അല്ലെങ്കിൽ കുറ്റബോധമോ സങ്കടമോ ദേഷ്യമോ ഒക്കെ ഈ ഓവർ തിങ്കിങ്ങിന്റെ ഫലമായിട്ട് നമുക്ക് വന്നു വരാം. ഈ ചിന്തകൾ കുറെ നേരം ഇങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്ത് കുറെ നേരം ഡിഫിക്കൽട്ട് ഇമോഷൻസ് നമ്മൾ ഇതിനെ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന് നമ്മൾ അവസാനം ഭയങ്കര എക്സോസ്റ്റഡ് ആയി. ഒരു കാരണവും ഇല്ലാതെ നമ്മൾ ഭയങ്കര ക്ഷീണവും എക്സോസ്റ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാറില്ലേ? ചിലപ്പോൾ ഈ ഓവർ തിങ്കിങ് കൊണ്ടായിരിക്കാം. അപ്പൊ ഓവർ തിങ്കിങ്ങിന്റെ പ്രോസസ്സ് ഒരു ട്രിഗർ വരുന്നു, നമുക്ക് പല ചിന്തകൾ വരുന്നു, അതിനുശേഷം നമുക്ക് ഡിഫിക്കൽട്ട് ഇമോഷൻസ് വരുന്നു, അത് നമ്മൾ എക്സോസ്റ്റഡ് ആക്കും. ഓവർ തിങ്കിങ് എല്ലാവർക്കും ഉണ്ടാവും. ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. ഇപ്പൊ കൊറോണ ഉള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരും നമുക്ക് തിരിക്കാൻ പറ്റില്ലോ. പ്രമേഹം ഉള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരും ഒക്കെ നമുക്ക് തിരിക്കാൻ പറ്റില്ലോ. ഓവർ തിങ്കിങ് ഒരു രോഗമൊന്നുമല്ല. പക്ഷെ ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരും അങ്ങനെ ഇല്ല. എല്ലാവർക്കും ഓവർ തിങ്കിങ് ഉണ്ട്. ഓവർ തിങ്കിങ് ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ സമയത്തിന്റെ അടിസ്ഥാനത്തിലോ അതിന്റെ ഇന്റൻസിറ്റിയുടെ അടിസ്ഥാനത്തിലോ ഒക്കെ ആളുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം. പക്ഷെ ഓവർ തിങ്കിങ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓവർ തിങ്കിങ് എന്തുകൊണ്ടാണ് നമുക്ക് നിർത്താൻ പറ്റാത്തത്? നമുക്ക് ഓവർ തിങ്കിങ് വളരെ പ്രശ്നമാണെന്നൊക്കെ അറിയാം, നിർത്തണമെന്നറിയാം, അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ അറിയാം. നമ്മുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് റൺ ചെയ്യണ പോലെയുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. എന്നിട്ട് നമുക്ക് നിർത്താൻ പറ്റാറില്ല. എന്തെങ്കിലും കാരണം എന്നറിയാമോ? നമ്മളറിയാതെ നമ്മുടെ ബ്രെയിൻ ഓവർ തിങ്കിങ് എന്തോ ഗുണമുണ്ട് എന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, വറിയിങ്ങിനെ കുറിച്ച് നമുക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ബിലീഫാണ്. ഞാൻ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറെ വറി ചെയ്താൽ, കുറെ ഓവർ തിങ്കിങ് ചെയ്താൽ അത് ഫേസ് ചെയ്യാൻ ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിരിക്കും. ഇത് വറിയെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ബിലീഫാണ്. ഇതിനെ കുറിച്ചുള്ള മറ്റു പോസിറ്റീവ് ബിലീഫുകൾ നമ്മൾ അതിനുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ വറിയിങ് പോസിറ്റീവായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് വറിയിങ് നിർത്താൻ പലർക്കും ബുദ്ധിമുട്ടുള്ളത്. ഓവർ തിങ്കിങ് നമുക്ക് എങ്ങനെ കുറയ്ക്കും? നമ്മൾ ഓവർ തിങ്കിങ്ങിനെ പറ്റി ശരിയായ വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ അറിയുക എന്നുള്ളതാണ് ഇത് കുറയ്ക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. വറി അവയർനെസ് ട്രെയിനിങ് എന്നാണ് ഇതിനെ പറയാറ്. എന്താ വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ നമ്മൾ എല്ലാവരും വറി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ വറി ചെയ്യുന്ന രീതി, മറ്റൊരാൾ വറി ചെയ്യുന്ന രീതി, മൂന്നാമത്തെ ഒരാൾ വറി ചെയ്യുന്ന രീതിയും ഒക്കെ വളരെ ഡിഫറന്റ് ആണ്. ഞാൻ വറി ചെയ്യുന്നത് ചിലപ്പോൾ എന്റെ ആരോഗ്യത്തെ പറ്റിയായിരിക്കും, വേറൊരാൾ വറി ചെയ്യുന്നത് അയാളുടെ റിലേഷൻഷിപ്പുകളെ പറ്റിയായിരിക്കും, മൂന്നാമത്തെ ഒരാൾ ചിലപ്പോൾ ആളുടെ ജോലിനെ പറ്റിയായിരിക്കും. നമ്മളൊക്കെ ഇതിനെ കുറിച്ച് വറി ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ വറി തീംസ് ഒക്കെ വ്യത്യാസമാണ്. ഇനി എനിക്ക് തന്നെ ഒന്നിലധികം വറി തീംസ് ഉണ്ടാവും, വേറൊരാളും ജോലി ഉണ്ടാവും, പക്ഷെ ഇതിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. എനിക്ക് ഹെൽത്ത് ആൻസൈറ്റി വളരെ കൂടുതൽ, ഞാൻ അതിനെക്കുറിച്ചാണ് കൂടുതൽ വറി ചെയ്യുന്നതെങ്കിൽ വേറൊരാളതാണെന്നിരിക്കും. ഇങ്ങനെ ഓരോരുത്തരും തമ്മിൽ വറി ചെയ്യുന്ന കാര്യങ്ങളിലും വറി ചെയ്യുന്നതിന്റെ ഇന്റൻസിറ്റിയിലും വറി അവരെ അഫക്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ വളരെ വ്യത്യാസങ്ങളാണ്.
വറിയുടെ തീവില് മാത്രമല്ല വ്യത്യാസം, വറി ചെയ്യുന്ന സമയത്തിലും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. രാവിലെ എണീക്കുമ്പോ തന്നെ കുറെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് രാത്രി കിടക്കുമ്പോഴാണ് ഓവർ തിങ്കിങ് ഉണ്ടാവുക, അതുകൊണ്ട് ചിലർക്ക് ഉറക്കൊക്കെ നഷ്ടപ്പെടാറുള്ളത്. ചിലർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഓവർ തിങ്കിങ്, ചിലർക്ക് ജോലി ചെയ്യുമ്പോഴാണ് ഓവർ തിങ്കിങ്, ചിലർക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം, ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് ഓവർ തിങ്കിങ്. ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്ന സാഹചര്യങ്ങളും കാരണങ്ങളും ഒക്കെ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വ്യത്യാസമാണ്. അപ്പൊ നമ്മുടെ ഓവർ തിങ്കിങ്ങിന്റെ നേച്ചർ കൃത്യമായി അറിയാൻ എന്നുള്ളതാണ് ഓവർ തിങ്കിങ് നേരിടാനുള്ള കൃത്യമായ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിന് വറി ഡയറി എന്നൊന്ന് എഴുതുന്നത് പൊതുവെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾ കാണാം, ഈ വറി ഡയറി കാണാം. എന്ന് വെച്ചാൽ ഇതിൽ എഴുതേണ്ടത് ആദ്യം വറി ചെയ്യുന്ന ഡേറ്റ്, ടൈം, സിറ്റുവേഷനിൽ ട്രിഗർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, അതിൽ വരുന്ന ചിന്തകളാണ്. എന്തൊക്കെ ചിന്തകളാണ് നമ്മൾ വറി ചെയ്യുന്നത്. മൂന്നാണ്, ഇത് എത്രമാത്രം ടെൻഷനോ ഡിഫിക്കൽട്ടി ഇമോഷൻസോ ആൻസൈറ്റി ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നു. അടുത്തത്, അത് ടൈപ്പ് 1 വറിയാണോ ടൈപ്പ് 2 വറിയാണോ. ടൈപ്പ് 1 വറി, ടൈപ്പ് 2 വറി എന്ന് പറഞ്ഞാൽ, ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ വറി ചെയ്യുകയാണെങ്കിൽ അത് ടൈപ്പ് 1 വറിയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു പരീക്ഷ വരുന്നുണ്ട്, അതിനെ കുറിച്ചാണ് ഞാൻ വറി ചെയ്യുന്നത്, അത് ടൈപ്പ് 1 വറിയാണ്. എന്റെ ഉള്ളിലുള്ള ഒരു കാരണം അതിനെ കുറിച്ച് ഞാൻ വറി ചെയ്യുന്നു. ടൈപ്പ് 2 വറി എന്ന് പറഞ്ഞാൽ, ഞാനെന്താ ഇങ്ങനെ എല്ലാത്തിനും ഞാനിങ്ങനെ വറി ചെയ്യാമോ, എനിക്ക് ഒന്നിനും ഒരു ധൈര്യം ഇല്ലല്ലോ, എന്തിനാ ഞാൻ ഇങ്ങനെ വറി ചെയ്യുന്നത്, വറി ചെയ്ത് എന്റെ ജീവിതം മതിയാവല്ലോ, എന്റെ വറിയിങ്ങിനെ കുറിച്ച് ഞാൻ വറി ചെയ്ത് കഴിഞ്ഞാണ് ടൈപ്പ് 2 വറി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരം വറി നേരിടുന്നത് രണ്ട് രീതിയിലാണ്. അതുകൊണ്ട് നമ്മുടെ വറി ഏതാണ്, ഉള്ള കാര്യത്തെ കുറിച്ചാണോ അതോ വറിയിങ്ങിനെ കുറിച്ച് വീണ്ടും ഞാൻ വറി ചെയ്യാമോ. മിക്കവാറും ആളുകൾക്ക് ഇത് മിക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാവാറ്. അപ്പൊ ഇതിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞാൽ നമുക്ക് ഇതിനെ നേരിടാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പൊ ഈ വറി ഡയറി ഫിൽ ചെയ്യുന്നത് നമുക്ക് വറി ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് എളുപ്പമാക്കാറുണ്ട്. ഇനി അടുത്തതായി നമ്മുടെ വറിയിങ്ങിനെ കുറിച്ച് നമ്മൾ കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലുള്ള രീതികൾ കൊണ്ട് നമുക്ക് ഇതിനെ നേരിടാം. ഒന്ന്, നമ്മുടെ ചിന്താപരമായിട്ടുള്ള ചില പ്രത്യേകതകളും. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ല, വറിയിങ്ങിനെ കുറിച്ച് എനിക്കൊരു അതെന്നെ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആക്കും, അതെന്നെ കുറച്ചുകൂടെ നല്ല ആളാക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ചിന്തകള് എന്നെ വറിയിങ് നിർത്തുന്നതിന് ഒരു തടസ്സമാണ്. അപ്പൊ ആ ചിന്തകളെ മാറ്റുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അല്ലെങ്കിൽ എന്റെ ചിന്തകളേക്ക് വറിയുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളൊക്കെ ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നു. ഒരാൾ 5 മിനിറ്റ് ലേറ്റ് ആവുമ്പോഴേക്കും, എന്റെ മകൻ സ്കൂളിൽ നിന്ന് ഒരു 5 മിനിറ്റ് ലേറ്റ് ആവുമ്പോഴേക്കും വണ്ടിടിച്ച് മരിച്ചു, മകൻ നഷ്ടപ്പെട്ട അച്ഛനായി എന്നൊക്കെ ഞാൻ വറി ചെയ്യാണ്. ഞാൻ ഇത് എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളത് എന്റെ ചിന്താപരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഒന്നാമത്തെ വറി മാനേജ് ചെയ്യാനുള്ള ഒന്നാമത്തെ സ്കിൽസ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് സ്കിൽസ് ആണ്. എന്ന് വെച്ചാൽ ചിന്തകളെ നമ്മൾ എങ്ങനെ നേരിടുക എന്നുള്ളതിന്റെ അടിസ്ഥാനമായിട്ടുള്ള സ്കിൽസ് ആണ്. നമ്മളതും വരാൻ പോകുന്ന വീഡിയോയിൽ ചെയ്യും, കാരണം അത് ഇത്ര ചെറിയൊരു വീഡിയോയിൽ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തീരില്ല. വറിയിങ്ങിനെ മാനേജ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഗ്രൂപ്പ് ടെക്നിക്കുകൾ ബിഹേവിയറൽ ടെക്നിക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ വെനസ്ഡേ വറി ക്ലബിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വറിയുന്നുണ്ട്, എപ്പോഴും നമ്മൾ വറി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് വറി ചെയ്തുകൊണ്ടിരിക്കുന്നു. വറി വേണ്ട എന്ന് വിചാരിച്ചാൽ അത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ വറി വന്നോട്ടെ, പക്ഷെ അത് ഒരു പ്രത്യേക സമയത്ത് മാത്രം മതി. അങ്ങനെ വറിയിങ് നമ്മൾ ഷെഡ്യൂൾ ചെയ്താണ് വറിയിങ്ങിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ബിഹേവിയറൽ എന്ന് വെച്ചാൽ, വറിയിങ് വൈകിട്ട് 7 മുതൽ 7:15 വരെ, രാവിലെ 10 മണി മുതൽ 10:15 വരെ, ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:15 വരെ. ഇങ്ങനെ 1, 2, 3 ഓരോരുത്തർ ഇൻഡിവിജ്വലി ആവശ്യമുള്ളതിനനുസരിച്ച് സമയങ്ങൾ, അത് 5 മിനിറ്റ് ആയിരിക്കാം, 5 മിനിറ്റ് ആയിരിക്കാം, അരമണിക്കൂറായിരിക്കാം, അതും നമ്മുടെ പ്രത്യേകത പോലെ വറിയിങ്ങിന് സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു വഴി. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് പറയുന്നെങ്കിൽ ഇപ്പൊ ഇതുപോലെ ചെയ്യണ്ട, കുറച്ച് കഴിയുമ്പോൾ പോലെ ചെയ്യാം, അങ്ങനെ വിചാരിച്ചാൽ വറി മാറുമോ എന്നുള്ള അടുത്ത പ്രശ്നമാണ്. ഇതിന് നമുക്ക് അടുത്ത വഴികൾ പറയാം. അങ്ങനെ മാറ്റിവെക്കുക, വറിയിങ്ങിന് ഒരു സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് വറി ടൈം എന്നുള്ള ബിഹേവിയറൽ ടെക്നിക്ക്. വറി നിൽക്കട്ടെ, 10 മണിക്ക് വറി ചെയ്യാം എന്ന് വിചാരിച്ചാൽ വറി ചിലപ്പോൾ നിൽക്കില്ല. അതിനുള്ള ബിഹേവിയറൽ ടെക്നിക്കാണ് ഡിസ്ട്രാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് വറിയും വരുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ വറിയും ചിലപ്പോൾ കുറയാറുണ്ട്. ചിലർക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് പോയി കഴിഞ്ഞാൽ വറിയിങ്ങിനെ കുറിച്ചുള്ള ചിന്തകൾ കുറയാറുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് ഈ വറിയിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വറി കുറയാറുണ്ട്. അല്ലെങ്കിൽ മ്യൂസിക്, ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പല ഡിസ്ട്രാക്ഷൻസും നമുക്ക് അതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതല്ലാതെ ഗ്രൗണ്ടിങ് ടെക്നിക്കുകളും വറിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, എന്റെ ചിത്രങ്ങൾ ഇങ്ങനെ കൂടുന്നു, എനിക്ക് വറി വരുന്നു, എനിക്ക് ആൻസൈറ്റി വരുന്നു. അപ്പൊ അതിന് കുറയാനായിട്ട് എന്റെ വരാൻ പോകുന്ന ഇല്ലാത്ത പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു വറി ചെയ്യുന്നതിന് പകരം ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നു, ഞാനിവിടെ എന്തൊക്കെ കാണുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ അവിടെ ഒരു ചെയർ കാണുന്നുണ്ട്, ആ ചെയറിന്റെ വിഷ്വൽ ആയിട്ട് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ആ ചെയർ ബ്ലാക്ക് കളറിലാണ്, അതിന്റെ കാലുകൾ കുറച്ചുകൂടെ സിൽവർ കളറിലാണ്, അത് 1 മീറ്റർ 90 സെന്റിമീറ്റർ ഒക്കെയാണ് ഇതിന് നീളമുള്ളത്, അതിന്റെ വീതി ഒരു 45-50 സെന്റിമീറ്റർ ഒക്കെയാണ്. ബ്ലാക്ക് കളർ ഉണ്ടെങ്കിലും അതിന് ബ്ലാക്ക് കളർ ചില സ്ഥലത്തൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇനി അത് ഇരിക്കുന്ന സ്ഥലത്ത് അതിങ്ങനെ ഒരച്ചൊരിച്ച് ചില പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഇങ്ങനെ എനിക്ക് എന്തൊക്കെ കാണുന്ന എന്തൊക്കെ എന്താ പറയുക അതിന്റെ പേര് എഴുതിയിട്ടുണ്ട്, ആ ഷെയറിന്റെ കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട്, അത് നീല കളറിലാണ്, അത് എത്ര വലുപ്പത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എന്റെ വിഷ്വൽ ആയിട്ടുള്ള പ്രത്യേകതകൾ ശ്രദ്ധിക്കുന്നത്. വിഷ്വൽ മാത്രമല്ല കേട്ടോ, വിഷ്വൽ, ഓഡിറ്ററി, ഇങ്ങനെ പല 5 സെൻസുകൾ വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിലേക്ക് ശ്രദ്ധിക്കുന്നത് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ കുറയ്ക്കാനുള്ള നല്ലൊരു സ്ട്രാറ്റജിയാണ്. അപ്പൊ നമ്മൾ ബിഹേവിയർ സ്ട്രാറ്റജീസിൽ പറഞ്ഞത് ഒന്ന് വറി ടൈം ഫിക്സ് ചെയ്യാം, 2 ഡിസ്ട്രാക്ഷൻ ഉപയോഗിക്കാം. ഡിസ്ട്രാക്ഷൻ ഹെൽത്തി ബിഹേവിയറുകൾ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ പോലെയുള്ള ഉപയോഗിച്ചിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാം. മൂന്നാമത്തെ ടെക്നിക്കൽ കാറ്റഗറി ഇമോഷണൽ ടെക്നിക്കുകളാണ്. എന്ന് വെച്ചാൽ അതിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു വഴി മൈൻഡ്ഫുൾനെസ് ട്രെയിൻ ചെയ്യുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അവയർനെസ്സിലേക്ക് നമ്മുടെ എന്താ പറയുക സെൻസറി ഇൻഫർമേഷനുകൾ എന്തൊക്കെ നമുക്ക് വരുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എന്തൊക്കെ ഞാൻ ഫീൽ ചെയ്യുന്നു, എന്റെ ബോഡിയിൽ എന്തൊക്കെ ഉണ്ട്, എനിക്ക് എന്റെ ടച്ച് വഴി ഞാൻ എന്തൊക്കെ ഫീൽ ചെയ്യുന്നു, ഇപ്പൊ ചെറിയ കാറ്റ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ, അതോ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കൈയോടെ ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ചെറിയ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ. ഇതുപോലെ എന്റെ സെൻസേഷനിലേക്ക് ഞാൻ കുറച്ചുകൂടെ അധികം ശ്രദ്ധിച്ച് അതിനെ കുറിച്ച് അവെയറാവും എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രധാന ഭാഗം. അപ്പൊ നമുക്ക് വരുന്ന സെൻസേഷൻസ് എന്താണോ അതിൽ പ്ലസന്റ് സെൻസേഷൻസ് ഉണ്ടായിരിക്കും, അൺപ്ലസന്റ് സെൻസേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ പ്ലസന്റ് ആയിട്ടുള്ളതിൽ മാത്രം ശ്രദ്ധിക്കുന്നു, നമ്മൾ നമ്മളെ കുറച്ചുകൂടെ നന്നാക്കാൻ നോക്കുന്നു, അങ്ങനെയല്ല മൈൻഡ്ഫുൾനെസ്. നമുക്ക് എന്തൊക്കെ സെൻസേഷൻസ് ഉണ്ടോ ഇതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ നോക്കുന്നു. പക്ഷെ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാനോ ഒന്നും നിൽക്കണില്ല. എന്താണോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണേ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നു. നമ്മൾ മാറി നിൽക്കുന്ന ഒരു ഒബ്സർവറായി നിന്ന് ഇതിന് ശ്രദ്ധിക്കുന്ന പോലെയാണ്. അപ്പൊ വറിയും വരുമ്പോ ഇത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഭയങ്കര വറിയേഴ്സ് ആണെങ്കിൽ നമ്മൾ വരുന്ന ഓരോ തോട്ടിലും നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ മകൻ സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റ്, എന്തുകൊണ്ട് ലേറ്റ്? അപ്പൊ ഞാൻ ബോർഡിനെ വിളിക്കണം, അന്വേഷിക്കണം, സ്കൂൾ ബസ്സിൽ ചോദിക്കണം, അതിന് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വന്നു അന്വേഷിക്കണം. അപ്പൊ ഞാൻ എനിക്ക് ഉടനെ പോകും. അപ്പൊ എനിക്ക് ഒരു വറിയും തോട്ട് വരുന്നു, ഞാൻ അതിന് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നു. അപ്പൊ നമ്മൾ പറയും സത്യത്തിൽ കൂടും. അപ്പൊ നമ്മുടെ ആൻസൈറ്റി നമ്മളത് ബാധിക്കുന്നത് കൂടും. പകരം എനിക്കൊരു വറി വരുന്നു, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് എന്ന് നമുക്ക് അതിന് മാറി നിന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ആ ട്രെയിനിങ് എല്ലാം നമുക്ക് പറ്റുമോ? അങ്ങനെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇന്റൻസിറ്റി കുറയും. അപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നത് വറിയിങ്ങിനെ 3 തരത്തിൽ മാനേജ് ചെയ്യാം. ആദ്യം നമ്മൾ വറിയിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവയർനെസ് വേണം. അതിന് വറി അവയർനെസ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. പ്രധാന ഒരു ടൂളാണ് വറി ഡയറി. ഞാനും ഇതിനെ കുറിച്ച് പഠിക്കുമ്പോഴേക്ക് വിചാരിച്ചു എന്റെ വറിയും എനിക്കറിയാലോ, ഞാൻ ഇതിനെ കുറിച്ചൊക്കെ എനിക്കറിയാലോ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഈ വറി ഡയറി എഴുതി തുടങ്ങിയപ്പോഴാണ് എന്റെ പ്രധാനപ്പെട്ട വറി എനിക്കറിയുള്ളൂ, അതല്ലാതെ ഉള്ളവരൊന്നും എനിക്കറിയില്ല. ചെറിയ ചെറിയ വറികളൊന്നും ഞാൻ ശ്രദ്ധിക്കണില്ല. അത്ര ഇഫക്റ്റീവ് ആയിട്ടാണ് എന്റെ മനസ്സ് ഈ വറി പ്രോസസ് ചെയ്യണത്. അത് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, അതുണ്ടെന്ന് പോലും ഞാൻ അറിയാറില്ല. അപ്പൊ ഈ വറി അവയർനെസ് ആണ് ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരു നല്ല വഴി. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കോഗ്നിറ്റീവ് സ്ട്രാറ്റജികൾ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാനുള്ള പിന്നെ ബിഹേവിയർ സ്ട്രാറ്റജികൾ, ഇമോഷണൽ സ്ട്രാറ്റജികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് അതായത് മറ്റു വീഡിയോസും കൂടെ നിങ്ങൾ കാണാനായിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു.